التمسك بالأثر نجاه. അടുത്ത ഹദീത്ത് الحديث العاشر പത്താമത്തെ ഹദീത്ത്. الحديث العاشر عن ثابت بن الضحاك رضي الله عنه أنه قال: نذر رجل على عهد رسول الله صلى الله عليه وسلم أن ينحر إبلا ببوانة، فأتى رسول الله صلى الله عليه وسلم فقال: إني نذرت أن أنحر إبلا ببوانة. فقال رسول الله صلى الله عليه وسلم: هل كان فيها وثن من أوثان الجاهلية يعبد؟ قالوا لا. قال: هل كان فيها عيد من أعيادهم؟ قالوا لا. قال رسول الله صلى الله عليه وسلم: أوف بنذرك، فإنه لا وفاء لنذر في معصية الله ولا فيما لا يملك ابن آدم. رواه أبو داود. عن ثابت بن الضحاك رضي الله عنه قال: نذر رجل على عهد رسول الله صلى الله عليه وسلم. ഒരു വ്യക്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നേർച്ച നടത്തി. എന്ത്? അൻ യൻഹറ ഇബ്ലൻ ബിബുവാനത. ബുവാന എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഒട്ടകത്തെ അറവ് നടത്തുന്നതിന് വേണ്ടി. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അൻ യൻഹറ എന്നാണ് പ്രയോഗിച്ചത്. നഹ്റാണ്, അൻ യസ്ബഹ എന്നല്ല പ്രയോഗിച്ചത്. അപ്പൊ സബഹ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള അറവാണ്. സാധാരണ നമ്മൾ കോഴിനെയും ആടിനെയും പശുവിനൊക്കെ അറക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? അൻ യൻഹറ എന്നാണ്. ഒട്ടകത്തെ അറുക്കുന്നത് ഈ രൂപത്തിലാണ്. അങ്ങനെ അറവ് നടത്തുന്നതിന് വേണ്ടി ഈ വ്യക്തി നേർച്ചയാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു: ഇന്നി നദർതു അൻ അൻഹറ ഇബ്ലൻ. പ്രവാചകരെ, ഞാൻ ഒരു ഒട്ടകത്തെ അറക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. ബി ബുവാനത, ബുവാനയിൽ വെച്ച്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂൽ ഇയാളോട്, ഇദ്ദേഹത്തോട് ചോദിച്ചു: ഹൽ കാന ഫീഹാ വസനുൻ മിൻ ഔസാനിൽ ജാഹിലിയ്യത്തി യുഅബദു? ഹൽ കാന ഫീഹാ, ഈ പറയപ്പെട്ട സ്ഥലത്ത് വസനുണ്ടോ, അഥവാ ഏതെങ്കിലും നിരക്കുള്ള ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളുണ്ടോ? ജാഹിലിയ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന വിഗ്രഹങ്ങൾ ഈ താങ്കൾ അറവ് നേർച്ചയാക്കിയ സ്ഥലത്ത് അറവ് നടത്തുമ്പോ അവിടെ ഉണ്ടോ? ഇയാൾ പറഞ്ഞു: കാലൂല, ഇല്ല, അങ്ങനൊന്നുമില്ല. എന്നതിന് ശേഷം റസൂൽ വീണ്ടും ചോദിക്കണം: ഹൽ കാന ഫീഹാ ഈദും മിൻ അഅയാദിഹിം? അവരുടെ ആഘോഷങ്ങളിൽ ഏതെങ്കിലും ഒരു ആഘോഷം അവിടെ നടത്തപ്പെടുന്നുണ്ടോ? അപ്പൊ അപ്പോഴും പറഞ്ഞു: ഇല്ല, അങ്ങനെയൊന്നും നടക്കുന്നില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പറഞ്ഞു: ഔഫി ബിനദ്രിക്, എങ്കിൽ നീ നിന്റെ നേർച്ച പൂർത്തീകരിച്ചു കൊള്ളുക. ഫഇന്നഹു ലാ വഫാഅ ലിനദ്രിൻ ഫീ മഅസിയത്തില്ലാ. കാരണം അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ നേർച്ച പൂർത്തീകരിക്കാൻ പാടില്ല. റബ്ബിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ നേർച്ച പൂർത്തീകരിക്കാൻ പാടില്ല. വലാ ഫീമാ ലാ യംലികു ഇബ്നു ആദം. ഒരു മനുഷ്യൻ അയാൾ അധീനപ്പെടുത്താത്ത ഒന്നിൽ നടത്തിയ നേർച്ചയും പൂർത്തീകരിക്കാൻ പാടില്ല. ഒരാൾ പറയണം: ഇന്ന ഈ ഒട്ടകം ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് അറുക്കാൻ നേർച്ചയാക്കുന്നു. ആ ഒട്ടകമാണെങ്കിൽ അയാളുടെ അല്ല, അതാരാണ്? വേറൊരാളുടെ. അത് പറ്റോ? അത് പാടില്ല. അപ്പൊ തന്റെ അധീനതയിലുള്ള വസ്തു മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? നേർച്ച ആക്കാനായിട്ട് പാടുള്ളൂ. അത് നമുക്കറിയാലോ, കച്ചവടമാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും നമ്മളുടെ അധീനതയിലുള്ളതാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് വിൽക്കാനോ മറ്റൊക്കെ പാടുള്ളൂ. അതേപോലെ തന്നെ നേർച്ചയും, ഞാൻ നേർച്ചയാക്കി പോയി, എന്താ ചെയ്യാ, നീ അതെനിക്ക് വിറ്റേ മതിയാവും, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. റവാഹു അബൂ ദാവൂദ്. ശരി, എന്താണ് നസ്ർ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ? നസ്ർ എന്ന പദം ഇൻദാർ എന്ന പദത്തിൽ നിന്ന് നിഷ്പന്നമായതാണ്. അൽ ഇൻദാർ അഥവാ ഉലമാക്കൾ പറയുന്നു അതിന്റെ ഉദ്ദേശം അൽ ഇബ്ലാഹു വൽ ഇഅലാമു ബിൽ അംരി മുഖവ്വഫ്.
ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൊണ്ട് ഒരാൾ ഇബ്ലാഗ് ചെയ്യുക, അറിയിക്കുക, എത്തിക്കുക എന്നതാണ് ഉദ്ദേശം. കാരണം ഈ നേർച്ചയാക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പേടിയുണ്ടാവും. എന്ത്? ഞാനത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും എനിക്ക് സംഭവിക്കോ എന്നൊരു പേടിയുണ്ടാവും. അതാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. എന്നാൽ ഇസ്തിലാഹിൽ ഒരു കാര്യം അയാൾ എന്ത് ചെയ്യണം? സ്വമേധയ അഥവാ നിർബന്ധമല്ലാത്ത ഒന്നിനെ അയാൾ സ്വമേധയ നിർബന്ധമായി സ്വീകരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ അറവിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നേർച്ചയിലും എന്തുണ്ട്? വ്യത്യസ്തമായ അക്സാമുകളുണ്ട്. ഒന്നാമത്തേത് നദ്റു ത്വാഅ. നേർച്ചയുടെ അക്സാമുകളിൽ ഒന്ന് നദ്റു ത്വാഅ. ത്വാഅത്തിന് വേണ്ടി ഒരാള് നേർച്ചയാക്കുക. അഥവാ ഒരാൾ പറയണം, അതിന് രണ്ടായിട്ട് തരംതിരിക്കപ്പെടും. ഒരാൾ പറയണം, എൻ്റെ ഇന്ന രോഗം ശിഫയായി കഴിഞ്ഞാൽ ഞാൻ ഇന്ന ദിവസം നോമ്പെടുത്തുകൊള്ളാം എന്നൊരാൾ എന്ത് ചെയ്യണം? പറയണം. അപ്പൊ എൻ്റെ രോഗം ശിഫയായാൽ ഞാൻ എന്ത് ചെയ്തോളാം? നോമ്പെടുത്തോളാം. ഇങ്ങനെ പറയാം. ഒരു കൈത് വെച്ചിട്ട് നേർച്ചയാക്കാം. അപ്പോൾ ഉലമാക്കൾ പറഞ്ഞു ഇത് മക്രൂഹാണ്, ഇത് മക്രൂഹാണ്. തെളിവെന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂലുള്ളാഹി അദ്ദേഹം പറയണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു നഹാ അനിൻ നദ്രി, നേർച്ചയെ തൊട്ട് നിരോധിച്ചു. വഖാല, എന്നിട്ട് റസൂൽ പറഞ്ഞു, ഇന്നഹു ലാ യറുദ്ദു മിനൽ ഖദർ, അത് ഖദറിൽ നിന്ന് യാതൊന്നും മടക്കിക്കൊണ്ടുവരികയില്ല. വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ, ഒരു ബഖീൽ നിന്ന് അയാളുടെ പക്കലുള്ളതിനെ പുറത്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പിശുക്കനായൊരു മനുഷ്യൻ അയാൾ ചെലവഴിക്കാൻ മടിയുണ്ടാവുമ്പോഴാണല്ലോ പിശുക്കൻ എന്ന് പറയാം. ഇയാളതിങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കണം. പക്ഷെ നേർച്ചയാക്കിയതോടുകൂടെ പിന്നെ ഇയാളെന്തായി? അത് കൊടുക്കൽ നിർബന്ധമായി. അങ്ങനെ ഇയാളത് കൊടുക്കുമ്പോൾ ഇയാളുടെ പ്രതീക്ഷ എന്താണ്? ചിലപ്പോ ഞാനത് ഇങ്ങനെ രോഗം മാറിക്കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ ഇയാളുടെ പ്രതീക്ഷ എന്താണ്? ചിലപ്പം എന്ത് ചെയ്തേക്കും? അത് മാറിയേക്കും എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ഖദറിൽ യാതൊരു മാറ്റവും അതിലൂടെ നടത്തപ്പെടുന്നില്ല. ഇയാള് നേർച്ചയാക്കി എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. ചിലപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനപ്രകാരം മാറ്റം വന്നേക്കും. പക്ഷെ നേർച്ചയാക്കി എന്നതിന്റെ പേരിൽ അവിടെ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പൊ ഇയാൾ നേർച്ചയാക്കിയത് കൊണ്ട് ഇയാൾക്ക് എന്താ പ്രത്യേകിച്ചും ഗുണം? അതാണ് ഹദീസിൽ പറഞ്ഞത്, ഇയാളുടെ വിശുക്കനായി മനുഷ്യന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം ചെലവായി എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. മാത്രമല്ല പണ്ഡിതന്മാർ ഇതിനെ മക്രൂഹ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം നമുക്കറിയാലോ, ഇബാദത്ത് എപ്പോഴും ഇത്തരത്തിൽ ഖൈദുകളോ ഷർത്തുകളോ ഒന്നും വെച്ചിട്ട് ചെയ്യേണ്ടതല്ല, അല്ലെ? നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ റബ്ബേ നീ ഇന്നത് എനിക്ക് ചെയ്തു തന്നാൽ ഞാൻ ഇന്ന ഇബാദത്ത് ചെയ്തോളാം, അങ്ങനെ പറയാന്നുള്ളത് ശരിക്കും അടിസ്ഥാനപരമായിട്ട് അതല്ലല്ലോ ഇബാദത്ത്. ബിൽ ഇത്ലാഖ്, റബ്ബേ ഞാൻ നോമ്പ് നോറ്റോളാം, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറയാം. അപ്പോൾ ഈ നിലക്ക് ഒരു ഖൈദ് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? ഉലമാക്കൾ പറയുന്നു മക്രൂഹാണ്, അത് പാടില്ലാത്തതാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. രണ്ടാമത്തത്, ഇത്തരത്തിൽ ഖൈദുകളൊന്നും വെക്കാതെ എന്ത് ചെയ്യാം? ഖൈദുകളൊന്നും വെക്കാതെ നേർച്ചയാക്കുക. ആ നേർച്ചയുടെ വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്. അഥവാ ആ നേർച്ച അതിന്റെ ഹുക്ം എന്താണ് എന്നതിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മാലിക്കി മദ്ഹബ് പ്രകാരം അത് മുസ്തഹബ്ബാണ്. പ്രത്യേകിച്ച് ഒരു ഖൈദും അയാൾ വെക്കുന്നില്ല. അയാൾ എന്ത് പറയണം? ഞാൻ ഈ വരുന്ന മാസം, അടുത്ത മാസം എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോറ്റോളാം എന്ന് ഞാൻ നേർച്ചയാക്കണം. അതിന് പ്രത്യേകിച്ച് കയറ്റൊന്നുമില്ല, ഇന്ന രോഗന്മാർ അതൊന്നുമില്ല. അങ്ങനെ നേർച്ചയാക്കിയാൽ അതിന്റെ ഹുക്ം എന്താണ്? മാൽ അബ്ബാണ്. എന്നാൽ ഹനാബിലകളുടെ അഭിപ്രായ പ്രകാരം, ഹംബലി മദ്ഹബ് പ്രകാരം അതും മക്രൂഹ് തന്നെയാണ് എന്നുള്ളതാണ്. അതും മക്രൂഹ് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ കുറച്ച് വിശദീകരിച്ച് പറയേണ്ടതാണ് ഇതിന്റെ അഹ്കാമുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ ചുരുക്കി പറയുന്നു എന്ന് മാത്രം. വല്ലാഹു അലം, അത് തന്നെയാണ് അതിൽ റാജിഹായ അഭിപ്രായം. അഥവാ നദ്ർ അടിസ്ഥാനപരമായി
ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് നുസൂസുകൾ ജംഅ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ നിർവഹിക്കണം. നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അടുത്ത ഖിസ്മ് നദ്റുൽ മഅസിയ, ഒരു തെറ്റ് ചെയ്യുന്നതിന്റെ പേരിൽ നേർച്ചയാക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ പറയുന്ന എൻ്റെ ഇന്ന രോഗം മാറ്റിയാൽ ഞാൻ എന്ത് ചെയ്തേക്കാം? കള്ളു കുടിച്ചേക്കാം എന്ന് ഞാൻ എന്ത് ചെയ്യണം? നേർച്ചയാക്കാം. അങ്ങനെ ഒരാൾ തെറ്റ് ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കുക, അതെന്താണ്? ഹറാമാണ്. അത് ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? അത് പൂർത്തീകരിക്കാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? കഫാറത്ത് കൊടുക്കണം. കഫാറത്ത് നമുക്കറിയാലോ, യമീനിന്റെ കഫാറത്തും നെദറിന്റെ കഫാറത്തും ഒന്നാണ്. അപ്പോ ഇയാളത് പൂർത്തീകരിക്കാൻ പാടില്ല. ഞാൻ ഏതായാലും നേർച്ചയാക്കി പോയില്ലേ, അപ്പൊ കുറച്ച് കഴിച്ചേക്കാം, കുടിച്ചേക്കാം, അങ്ങനെ വിചാരിക്കാൻ പാടുണ്ടോ? പാടില്ല. മറിച്ച് അത് ഒഴിവാക്കപ്പെടണം. മറിച്ച് എന്ത് ചെയ്യണം? അത് കഫാറത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, വലാ വഫാഅ ലിനദ്രിൻ ഫീ മഅസിയത്തില്ലാഹ്, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ നടത്തപ്പെട്ട നേർച്ച അത് പൂർത്തീകരിക്കാൻ പാടില്ല. വകഫാറതുഹു കഫാറതു യമീനിൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതാ, അതിന്റെ കഫാറത്ത് എന്താണ്? യമീനിന്റെ കഫാറത്താണ്. സത്യം ചെയ്ത് ലംഘിച്ചാലുള്ള കഫാറത്താണ്. നേർച്ച നടത്തി ഇത്തരത്തിലൊരു ഹറാമാക്കപ്പെട്ട കാര്യത്തിൽ നേർച്ച നടത്തി അത് പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ അതിന്റെ കഫാറത്ത് എന്താണ്? ഈ സത്യം ചെയ്ത് ലംഘിച്ചാലുള്ള അതേ നേർച്ച, അതേ കഫാറത്തു തന്നെയാണ്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. അന്നദു നസ്റാൻ, നേർച്ച രണ്ട് നിലക്കുള്ളതുണ്ട്. ഫമാ കാന ലില്ലാഹ് ഫഫീഹി വഫാ, അല്ലാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന നേർച്ച അതെന്ത് ചെയ്യണം? നമ്മൾ പൂർത്തീകരിക്കണം. വമാ കാന ലിശ്ശൈത്താൻ ഫഫീഹിൽ കഫാറ, എന്നാൽ ഷെയ്ത്താനിന് വേണ്ടി ചെയ്യുന്നതുണ്ടാവും, ആ നേർച്ച അതിൽ കഫാറത്താണ് നൽകേണ്ടത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുക. അടുത്തത് നദ്റു ശിർക്കി, ഷിർക്കിന്റെ നെദർ. അപ്പോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തിയാൽ അതെന്താണ്? ഇബാദത്തിന്റെ ഗണത്തിൽ ഈ ദബഹ് പെടുന്നത് കൊണ്ട് അത് ഷിർക്കാണ്. അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം അല്ലാത്തവർക്ക്, നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ആരാധന അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കൊടുക്കേണ്ട ഒരു ആരാധന അല്ലാത്തവർക്ക് കൊടുത്താൽ അതെന്തായി? വലിയ ഷിർക്കായി മാറും. അപ്പോ ദബഹ് അല്ലാത്തവർക്ക് വേണ്ടി ഒരാൾ അർത്താൽ അതെന്തായി? ആ ആരാധന അല്ലാത്തവർക്ക് കൊടുത്തല്ലോ. അതേപോലെ തന്നെയാണ് നെദറും. അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കിയാൽ അതെന്താണ്? ഈ ഇബാദത്ത് എന്ത് ചെയ്തു? അല്ലാത്തവർക്ക് വേണ്ടി അയാൾ നിർവഹിച്ചു. അപ്പൊ എന്താണത്? അതും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കളയുന്ന കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയണം, ഫഇന്ന الناذر قصده التقرب الى المنذور له, ഈ ഇത്തരത്തിൽ അല്ലാത്തവർക്ക് പൊതുവിൽ നേർച്ചയാക്കുന്ന ആളുകളുടെ ലക്ഷ്യം എന്താണ്? ആർക്ക് വേണ്ടിയാണോ നേർച്ചയാക്കിയത് അയാളിലേക്ക് അടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. എന്നിട്ടോ റജാ നഫ്ഇഹി വഖൗഫ ദുർരിഹി, അഥവാ ഇയാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടണം, അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് വന്നേക്കാവുന്ന എന്തെങ്കിലും ഉപദ്രവം തടുക്കണം. ഇതാണ് നേർച്ചയാക്കുന്ന ആളുടെ ലക്ഷ്യം. എന്നിട്ടോ വദാലിക അബ്ലഗു ഫി തഅദീമി മിനൽ ഹലിഫി ബിഹി, ഇത് ഒരാളുടെ പേരിൽ ചെയ്യുന്ന സത്യത്തെക്കാൾ ഗൗരവപ്പെട്ടതാണ്. നമ്മൾ അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുമല്ലോ, നമ്മളല്ല അങ്ങനെ ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾ സത്യം ചെയ്യുക എന്നതിനേക്കാൾ ഗൗരവമുണ്ട് ഒരാള് അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച ചെയ്യുക എന്നുള്ളത്. എന്താണ് ഇതിന്റെ കാരണം? വലിഹാദാ ഖദ് യഹ്ലിഫു الناس ബിമാ യുഅദ്ദിമൂനഹു ഫി ദുനിയ കമുലൂകിഹിം വആബാഇഹിം. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ആളുകൾ അവരൊക്കെ ആദരിക്കുന്ന ആളുകളുടെ പേരിൽ എന്ത് ചെയ്യും? സത്യം ചെയ്യും. ഞാൻ ഉപ്പാനെ പിടിച്ച് സത്യം ചെയ്യണം, ഞാൻ ഉമ്മാനെ പിടിച്ച് സത്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ കഅബനെ പിടിച്ച് സത്യം ചെയ്യണം. അവർ ആദരിക്കുന്ന വിഷയത്തെ കൊണ്ട് സത്യം ചെയ്യും. പക്ഷെ വലാ യൻദുറു അഹദുൻ ലിഖബ്രിൽ മുലൂകി വൽ ആബ, പക്ഷെ ഉപ്പാക്ക് വേണ്ടി, രാജാവിന് വേണ്ടി ഒന്നും എന്ത് ചെയ്യൂല? നേർച്ചയാക്കൂല.
അല്ലെ? ഉപ്പാനെ ബഹുമാനിക്കുമ്പോൾ ഉമ്മാക്ക് വേണ്ടി നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഉമ്മാക്ക് എന്ത് ചെയ്യുക? നേർച്ചയാക്കുക. ആ ഇബാദത്തിന് ഉമ്മയിലേക്കോ ഉപ്പയിലേക്കോ തിരിച്ചുവിടുക. അങ്ങനെ ആരും ചെയ്യുകയില്ല. എന്താണ് കാരണം? ഇല്ല അവരത്രമാത്രം അതിലെന്ത് ചെയ്യണം? ഗുണം കാണണം. അപ്പോഴാണ് ഒരാൾ നേർച്ചയാക്കുള്ളൂ. സത്യം ചെയ്യണതും നേർച്ചയാക്കണം തമ്മിലുള്ള വ്യത്യാസം അതാണ്. അത്രമാത്രം അയാൾ അതിന് അനുഗുണനാണ്, പറ്റുന്ന ആളാണ് എന്നെന്ത് ചെയ്യണം? കാണാം. അതാണ് ശേഷം അദ്ദേഹം പറഞ്ഞു, لمن نظر له أشد تعظيما له في الدين من تعظيم المحلوف به. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേർച്ചയാക്കുന്നതും സത്യം ചെയ്യുന്നതും തമ്മിൽ എന്തുണ്ട്? ഈ നിലക്കുള്ള വ്യത്യാസമുണ്ട്. നേർച്ചയാക്കുന്ന ആള് ഈ സത്യം ചെയ്യുന്ന ആളേക്കാൾ എന്തായിരിക്കുള്ളൂ? നമ്മൾ ബഹുമാനിക്കുന്ന വിഷയത്തിൽ അങ്ങേറ്റം മുകളിലായിരിക്കും. രണ്ടു കൂട്ടരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ നേർച്ചയാക്കുന്നത് ഇയാളേക്കാൾ എത്രയോ മുകളിൽ വെക്കുന്ന ആൾക്കാർക്കായിരിക്കും നമ്മൾ നേർച്ചയാക്കുക. മാത്രമല്ല, ഈ നേർച്ചയുടെ പ്രത്യേകത എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം തന്നെ പറയുന്നുണ്ട്, നമ്മൾ നേർച്ചയാക്കിയാൽ പിന്നെ ആ പ്രവർത്തനം നമ്മളുടെ മേൽ നിർബന്ധമാണ്, അല്ലേ? പക്ഷേ ഹലിഫോ, സത്യം ചെയ്യലോ, അത് ലാ യൂജിബു ഫിഅൽ മഹ്ലൂഫി അലൈഹി, ആ പ്രവർത്തനം ചെയ്യാന്നുള്ളത് നിർബന്ധാക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഒരാള് പറയുന്നു, ഞാന് നോമ്പ് പിടിക്കാൻ നേർച്ചയാക്കുന്നു, ഈ വരുന്ന മാസം എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് പിടിക്കും എന്ന് നേർച്ചയാക്കുന്നു എന്നൊരാൾ പറയാം. അയാളുടെ ഹുക്മിൽ എന്തായി? അത് വാജിബായി. പക്ഷെ ഒരാൾ പറയുന്നു, ഞാൻ സത്യം ചെയ്ത് പറയുന്നു, എന്ത് ചെയ്യും? വരുന്ന മാസത്തിൽ ഇത്രയും ഖുർആൻ ഞാൻ ഓതി തീർക്കും എന്ന് സത്യം ചെയ്ത് പറയണമെങ്കിലോ, അപ്പോഴും ആ സത്യം ചെയ്ത് പറയണ ആ കാര്യം അയാൾ നിർവഹിക്കണം. പക്ഷേ അതിനേക്കാൾ ഹൈറായത് അയാൾക്ക് വന്നാലോ? ഈ നേർച്ചയാക്കിയ ആൾക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പറ്റില്ല. നേർച്ചയാക്കിയ ആളെ നിർവഹിച്ചേ മതിയാവും. നേരെ മറിച്ച് ഈ സത്യം ചെയ്ത് പറഞ്ഞ ആളോ, വല്ലാഹി ഞാൻ ഇന്നത് ചെയ്യും, ഇന്ന ഇബാദത്ത് നാളെ ഞാൻ ചെയ്യും, ഞാൻ നാളെ വല്ലാഹി ഞാൻ എന്ത് ചെയ്യും? വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇത്ര ജുസ് ഓതി തീർക്കും എന്നൊരാൾ പറഞ്ഞു, സത്യം ചെയ്തിട്ട് പറഞ്ഞു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്യാം? അതിനേക്കാൾ ഹൈറായത് കണ്ടാൽ ഇതൊഴിവാക്കിയിട്ട് അത് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യണം? സത്യം ചെയ്തതിന്റെ കഫാറത്ത് കൊടുക്കണം. പക്ഷെ നെസറിൽ അതുമില്ലാന്നോ? രണ്ടു വ്യത്യാസമുണ്ട്. നെസർ ചെയ്താൽ പിന്നെ എന്തായി? അയാളുടെ പേരിൽ ബാധ്യതയായി, പിന്നെ മാറ്റാൻ പറ്റില്ല. കണ്ടോ? അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ, നെസർ എന്താണ്? വളരെ ഗൗരവപ്പെട്ട ഒരു ഇബാദത്താണ്. അത് ഈ പറയപ്പെട്ടതുപോലെ വളരെ ബഹുമാനിക്കുന്ന, അത്യാദരവ് കൊടുക്കുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുക? സാധാരണ നിലക്ക് നിർവഹിക്കപ്പെടുക എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനി അടുത്തത് നമ്മളുടെ ഈ ഹദീസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചർച്ച. നമുക്കറിയാലോ, ഈ ഹദീസില് എന്തുണ്ട്? ഇവര് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബുവാനയിൽ ഞാൻ എന്ത് ചെയ്യട്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നേർച്ച ആയിക്കോട്ടെ. അപ്പൊ റസൂൽ തിരിച്ചു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്ത്? അവിടെ ഈ നിലക്ക് വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ടോ? അവിടെ ഈദ് ആഘോഷിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ. അപ്പൊ അഴമാക്കൾ പറയുന്നു, അത്തരത്തിൽ ഈദോ അല്ലെങ്കിൽ ആ മറ്റു വിഗ്രഹങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല? നേർച്ചയാക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്ന് ഉലമാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം തൈമിയ്യ പറയാണ്, വഹാദാ യദുല്ലു അലാ അന്ന അസ്സബഹ ബിമകാനി ഈദിഹിം വമഹല്ലി ഔസാനിഹിം മഅസിയത്തുല്ലാഹ്, മഅസിയത്തുൻ ലില്ലാഹ്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ്, അത് പാടില്ലാത്തതാണ്. ഇനി ഇതിനോട് അനുബന്ധമായിട്ട് വരുന്ന ഒരു ചർച്ചയാണ് പിന്നെ ഖനീസകളിൽ നമസ്കരിക്കുക. അത് നമ്മൾ വിശാലമായിട്ടൊന്നും പറയണില്ല, വളരെ ചുരുക്കി പറയണം. അഥവാ മറ്റുള്ള ആളുകളുടെ ആരാധനകൾ നടക്കപ്പെടുന്നിടത്ത് നേർച്ചയാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ക്രൈസ്തവരുടെ ആരാധനാലയമുള്ളോ അവരുടെ കനീസ, അവിടെ വെച്ച് നമുക്ക് നമ്മളുടെ ഇബാദത്ത് നിർവഹിക്കാൻ സാധിക്കുമോ? ഇതൊരു ഖിലാഫിയായ ഒരു മസലയാണ്. മനസ്സിലാവുണ്ടോ? നമുക്ക് നമ്മളുടെ നമസ്കാരം നമ്മൾ നാട്ടിലൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് കേട്ടിട്ടുണ്ടായി. എന്താണ് അവിടെ ആ ചർച്ചയും ഈ ചർച്ചയും തമ്മിലുള്ളൊരു ബന്ധം? നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഇബാദത്ത് അവിടെ നിർവഹിക്കുകയാണ്. ഇവരുടെ ഇബാദത്ത് നിർവഹിക്കുന്നിടത്ത് മറ്റിടത്തത് പാടില്ല എന്ന് പറഞ്ഞ്. പക്ഷെ ഇവിടെയോ? ഇവിടെ എന്തുണ്ട്? ഇവിടെ
പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം? ഉലമാക്കൾ പറയുന്നു, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് പറയുന്നുണ്ട്, അതിന്റെ കാരണം നേർച്ചയും നമ്മളുടെ നേർച്ചയും അവരുടെ നേർച്ചയ്ക്ക് എന്താണ് ഒരേപോലെ തന്നെയാണ്. പക്ഷെ നമ്മളുടെ നമസ്കാരം അവരുടെ നിസ്കാരം തമ്മിൽ എന്തുണ്ട്? വ്യത്യാസപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ വെച്ച് നിസ്കരിച്ചാൽ കാണുന്നവർക്ക് ഈ പറയപ്പെട്ട ആരാധ്യന് ആരാധന നിർവഹിക്കുന്നതായിട്ട് അവർക്ക് എന്ത് ചെയ്യൂല, തോന്നുകയില്ല. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? തശബ്ബുഹോ മറ്റ് കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇതും തമ്മിൽ രണ്ട് മസലയാണ് എന്ന് ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും ആ വിഷയത്തിൽ എന്തുണ്ട്, ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറയാണ്, ഖാല ഇബ്നു അബ്ബാസ് ലാ ബഅസ ഫി സ്വലാത്തി ഫിൽ കനീസ, കനീസയിൽ വെച്ച് നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് മുത്ലഖൻ നിരുപാധികം മക്രൂഹാക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിൽ വല്ലാഹു അലം റാജിഹായ അഭിപ്രായമായി പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത്, അവിടെ ഏതെങ്കിലും നിലക്ക് വിഗ്രഹങ്ങളുണ്ട് എങ്കിൽ, ആരാധിക്കപ്പെടുന്നവരുടെ ഫോട്ടോവോ വിഗ്രഹങ്ങളോ മറ്റെന്തോ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, മുത്ലഖൻ അവിടെ വെച്ചിട്ട് ഇബാദത്ത് നിർവഹിക്കാൻ പാടില്ല. എന്നാൽ അതല്ല, കാലിയായി കിടക്കുന്ന ഒരു പ്രദേശമാണ്, അവിടെ വേറൊരു വിഗ്രഹവും ഇല്ല, വേറൊരു ആരാധ്യ വസ്തുക്കളുടെ ഫോട്ടോ ബിംബോ ഒന്നുമില്ല എങ്കിൽ അല്ലാഹു അലം ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അതെന്താണ്, അവിടെ നമുക്ക് നമ്മളുടെ നിസ്കാരം നിർവഹിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കുന്നത്. ശരി, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ചർച്ച നമുക്കറിയാലോ. ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ വന്ന ഒരു കാര്യമാണ്, അവരുടെ ഈദിന്റെ ദിവസം നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ഈദ് ആഘോഷിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയിട്ട് നേർച്ചയാക്കുക. ഇത് പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്. എന്താണ് ഈദ് എന്നതിന് ഭാഷാപരമായി അർത്ഥം? ഈദ് എന്ന് പറഞ്ഞാൽ ആദ യഊദു, മടങ്ങി എന്നുള്ള അർത്ഥത്തിലുള്ള പദമാണ്, അതിൽ നിന്ന് വന്നതാണ്. ഉലമാക്കൾ പറയുന്നു ഈദ് എന്ന് പറഞ്ഞാൽ അത് ആളുകൾ സമ്മേളിക്കുന്ന, ഒരുമിച്ച് വരുന്ന ദിവസത്തിനെയാണ് ഈദ് എന്നതുകൊണ്ട് ഭാഷാപരമായി ഉദ്ദേശിക്കപ്പെടുന്നത്. ഇസ്തിലാഹിൽ ഈദ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ലിമാ യഊദു മിനൽ ഇജ്തിമാഇൽ ആം അലാ വജ്ഹിൻ മുഅ്താദ്, തുടർച്ചയായി എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും ഒക്കെ തുടർച്ചയായി ജനങ്ങൾ ഒരു സ്ഥലത്തോ ഒരു സമയത്തോ സമ്മേളിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്തിലാഹിൽ എന്ത് പറയും? ഈദ് എന്ന് പറയും. മനസ്സിലാവുണ്ടോ? ഓരോ മാസത്തിലോ ഓരോ വർഷത്തിലോ ഒക്കെ ജനങ്ങൾ ഇങ്ങനെ കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യും? ആവർത്തിച്ച് സമ്മേളിക്കും. അപ്പോൾ ഇസ്തിലാഹിൽ ഇതിന് ഈദ് എന്ന് പറയും. അപ്പൊ ഈദ് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം വന്നേക്കും, അങ്ങനെ പലതുണ്ടല്ലോ എന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് ശേഷം പറയുന്നത്. ഇത്തരത്തിലുള്ള ഈദിനെ ഉലമാക്കൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ശർഈയായ ഈദ്. ശർഈയായ ഈദ് അതേതൊക്കെയാണ്? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാണ്. ഒന്ന് ഈദുൽ ഫിത്റും മറ്റൊന്ന് ഈദുൽ അദ്ഹയും. അപ്പൊ ശർഈയായ ഈദ് അത് എന്താണ്? അതിലേക്ക് ശർഈയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഈദിനെ കൂട്ടിക്കെട്ടാൻ പറ്റുമോ? പാടില്ല. അതവിടെ നിന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 2 ദിവസങ്ങൾ നമുക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ ഉള്ളതാണെന്ന് റസൂല് പറഞ്ഞു. അതിൽ പരിമിതപ്പെടുത്തുക. ഇനി അതിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? വേറൊന്ന് കൂട്ടിച്ചേർക്കാൻ പാടില്ല. നിലവിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ, ഏത് നബിദിനാഘോഷം പോലെയുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് പോലെ അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടിച്ചേർക്കാൻ പാടില്ല. പിന്നെ ഇപ്പോ നമുക്ക് തൊട്ടടുത്ത് വരാനിരിക്കുന്ന ഇസ്രാ മിഅ്റാജിന്റെ ആഘോഷം, 27-ന് ഇസ്രാ മിഅ്റാജ് ആഘോഷം നടത്തുമല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇസ്രാ മിഅ്റാജ് നടത്തിയെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതെന്തില്ല, നുസൂസുകളിൽ സ്ഥിരപ്പെടാത്തൊരു കാര്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത് ദീനിയായ ആഘോഷമാണ്. ദീനിലേക്കാണല്ലോ കൂട്ടിച്ചേർത്ത് പറയാം. അതെന്താണ്? ഈ പറയപ്പെട്ട ബലി പെരുന്നാള്, ചെറിയ പെരുന്നാള് എന്ന് നമ്മൾ പറയുന്ന ആ 2 പെരുന്നാളുകൾ ഒഴിച്ച് ദീനിയായ മറ്റ് ആഘോഷങ്ങളൊന്നും
മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ദീനിയായത്. ഇനി മുശ്രിക്കീങ്ങളുടെ അയ്യാദുകൾ, അത് നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ? രണ്ടാമത്തെ ഈദതാണ് മറ്റ് മതസ്ഥരുടെ അയ്യാദുകൾ. ഉലമാക്കള് പലരും ഇജ്മാ ഉദ്ധരിച്ച കാര്യമാണ് അത്തരത്തിൽ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, അതിൽ ആശംസകൾ അർപ്പിക്കുക, അതിലേതെങ്കിലും നിലക്ക് ഭാഗവാക്കാതുക എന്നുള്ളത് ഹറാമാണ് എന്നത് ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? പലരും ഇജ്മാ ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയണം, മൻ ബന ഫി ബിലാദിൽ അആജിമി, ആരെങ്കിലും അജമികളുടെ നാട്ടിൽ താമസിക്കണം, അല്ലെങ്കിൽ അവിടെ നിൽക്കണം, അറബികളല്ലാത്ത ആളുകളുടെ നാട്ടിൽ താമസിക്കുകയാണെങ്കിൽ, എന്നിട്ട് ഫസനഅ നൈറൂസഹും മിഹ്റജാനഹും, നെയ്റൂസ് മിഹ്റജാൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഓരോ ആഘോഷങ്ങളാണ്. നമ്മളുടെ ഇവിടെ നാട്ടിലൊക്കെ നടക്കുന്ന ന്യൂ ഇയർ പോലുള്ള ചില ആഘോഷങ്ങളാണ്. അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ അവരെന്ത് ചെയ്തു? പങ്കെടുത്തു. വതശബ്ബഹ ബിഹിം ഹത്താ യമൂത, അവരുമായി സദൃശപ്പെട്ടു, അങ്ങനെ അയാൾ മരണപ്പെട്ടു. ഹുശിറ മഅഹും യൗമൽ ഖിയാമ, ഇയാൾ എഴുന്നേൽപ്പിക്കപ്പെടുക ആരുടെ കൂടെ ആയിരിക്കും? ഈ ജനവിഭാഗം ആളുകളുടെ കൂടെ ആയിരിക്കും. നഅൂദു ബില്ലാഹ്. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മളുടെ നാട്ടിലൊക്കെ നമ്മൾ എത്രത്തോളം ഈ വിഷയത്തിൽ ഗൗരവം കാണേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളിൽ ഒരു മുസ്ലിം എങ്ങനെ പങ്കെടുക്കും, എങ്ങനെ അതിൽ ഭാഗവാക്കാകും? നേരത്തെ പറഞ്ഞതുപോലെ പല പണ്ഡിതന്മാർ ഇജ്മാ ഉദ്ധരിച്ചതാണ്, അത് ഹറാമാണ്, അതിൽ ഏത് നിലക്കും ആശംസകൾ അർപ്പിക്കുക, അതിൽ പങ്കെടുക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്നുള്ളത് ഉലമാക്കൾ ഇജ്മാ ഉദ്ധരിച്ചതാണ്. ഇനി ഇതില് ചില ചർച്ചകളും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പോലും ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉള്ളത് മൂന്നാമത്തേതിലാണ്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു മുസ്ലിമീങ്ങളുടെ ഈദ്, അതിൽ ഉലമാക്കൾ പറഞ്ഞു നമുക്കതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. രണ്ടാമത്തത് ഇപ്പൊ നമുക്ക് മനസ്സിലായി. മൂന്നാമത്തത് ദീനുമായി ബന്ധപ്പെടുത്തി നടക്കുന്ന ആഘോഷങ്ങളല്ല. ഉദാഹരണം പറഞ്ഞാൽ വിവാഹ വാർഷികങ്ങളൊന്നും ഇപ്പോൾ ആളുകൾക്കിടയിൽ സാധാരണ നിലക്ക് ട്രെൻഡുകൾ ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ ഓരോ രാജ്യത്തിനും അവർക്ക് അവരുടേതായ ഒരു ദിവസങ്ങളുണ്ടാവും ആഘോഷിക്കാനും മറ്റേതിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ആഘോഷിക്കപ്പെടുന്ന പല പേരിൽ അറിയപ്പെടുന്ന ദിവസങ്ങളുണ്ട്. അത്തരത്തിലുള്ള അവർ ദീനിലേക്ക് ചേർക്കി പറയുന്നതല്ല, അത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ ഇതിൽ ഉലമാക്കൾ പറഞ്ഞു അത് ഹറാമാണതും പാടില്ലാത്തതാണ്. എന്നാൽ ചില മുആസിരീങ്ങളായ പണ്ഡിതന്മാര് അത് കുഴപ്പമില്ല എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ റാജിഹ് എന്താണ്? വല്ലാഹു അലം, ഒഴിവാക്കപ്പെടുന്നത് എന്താണ്? ഈ പറയപ്പെട്ടതുപോലെ മുഷാബഹക്ക് കടന്നു വന്നേക്കാവുന്ന ഒരു മേഖലയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവസാനത്തെ ഒരു മസല, ഇവരുടെ അയ്യാദുകളുടെ മുനാസബാത്തുകളിൽ അഥവാ ഇവരുടെ ആഘോഷങ്ങളുടെ അവസരങ്ങളിൽ അവർ നൽകുന്ന ഹദിയകൾ സ്വീകരിക്കുക എന്നതിൻ്റെ ഹുക്ം എന്താണ്? അപ്പോ അതിനെ ഉലമാക്കൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തത്, അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പ്രത്യേകമായി അറുക്കപ്പെട്ട ആ അറവ് നമുക്ക് എന്ത് ചെയ്യാം? ഹദിയായിട്ട് ലഭിക്കാം. നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്ന ആ മസല ചെറിയ രൂപത്തിൽ ക്രൈസ്തവരും മറ്റൊക്കെ അവരെന്ത് ചെയ്യുക? എന്തെങ്കിലുമൊക്കെ അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് അറുക്കുക. ആ അത്തരത്തിലുള്ള അറവുകൾ, ആ അറവ് നമുക്ക് കൊണ്ടുവന്നായി അത് കഴിക്കാൻ പറ്റുമോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതെന്താണ്? ഒഴിവാക്കപ്പെട്ടതാണ്, പാടില്ലാത്തതാണ്. പിന്നെ ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ഏതിനാണ്? അഭിപ്രായ വ്യത്യാസമുള്ളത് അവർ തരുന്ന സാധാരണ നിലക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് തരിക, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ലാത്ത സാധനങ്ങൾ തരിക. എന്ന് പറഞ്ഞാൽ അവരുടെ ആഘോഷവുമായി നേർക്കുനേരെ ബന്ധമില്ലാത്ത സാധനങ്ങൾ തരിക. സാധാരണ നിലക്ക് നമ്മളുടെ അയൽക്കാരോ ആരെങ്കിലൊക്കെ അവരുടെ ആഘോഷവുമായി നേർക്കുനേരെ ബന്ധമില്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുതരിക. അതിൽ ഉലമാക്കൾക്കിടയിൽ എന്തുണ്ട്? രണ്ട് അഭിപ്രായം നിലനിൽക്കുന്നത്.
കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ആഘോഷവുമായി നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് അതെന്താണ്, വാങ്ങാം, അനുവദനീയമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹി ആ അഭിപ്രായക്കാരനാണ്. അദ്ദേഹം അതിന് അലി റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ അവരിൽ നിന്നൊക്കെ ചില അസറുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ആ അസറുകളുടെ അടിസ്ഥാനത്തിൽ അത് ജായിസാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ചില പണ്ഡിതന്മാർ അത് പാടില്ല, അല്ലെങ്കിൽ വലിയ ഒരു ശതമാനം പണ്ഡിതന്മാർ പറയുന്നത് അത് പാടില്ല, അതും ഹറാമു തന്നെയാണ്, ഒരു നിലക്കും അവരുമായി ഇത്തരത്തിലുള്ള വേളകളിൽ സഹകരിക്കാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം എന്നിട്ട് ശേഷം പലരും ഇത്തരത്തിലുള്ള ആസാറുകളിൽ പല ദുർബലതകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ അതിനുള്ള മറുപടികളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ മസാലകളുടെയും വിശദമായ ചർച്ചകളല്ല ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നും അതിൽ ഇന്നതാണ് ശരിയെന്നും സൂചിപ്പിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ചിലതൊക്കെ വളരെ വിശദമായിട്ട് പറയേണ്ടതും പിന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ മസാലകളാണ്. ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഹദീസുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.